എല്ലാവർക്കും നമസ്കാരം. ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ വീക്ക്ലി ആൻഡ് ഡെയിലി അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞ ഒരാഴ്ച വളരെയധികം വോളറ്റിലിറ്റിയൂടെയാണ് കടന്നു പോയത്. രണ്ട് ഫൈറ്റ് ഇവിടെ നടക്കുകയാണ്. എന്തൊക്കെയാണ്? ബുള്ളും ബെയറും തമ്മിലുള്ള, അതായത് മാർക്കറ്റ് അപ്പാവോ താഴേക്ക് പോകുന്ന ബുള്ളിഷ് മാർക്കറ്റ് അല്ലെങ്കിൽ ബെയറിഷ് മാർക്കറ്റ് എന്ന രീതിയിലുള്ള ഒരു ഫൈറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ മാർക്കറ്റിൽ സംഭവിച്ച 3 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഇൻഫ്ലേഷൻ നിരക്ക് കൂടി. ഈ ജൂണിൽ അമേരിക്കയുടെ ഫെഡറൽ റിസർവ് ബാങ്ക് തീരുമാനിച്ചിരുന്നത് ഈ ജൂൺ മുതൽ ഒരു റേറ്റ് കട്ട് അമേരിക്കൻ മാർക്കറ്റിലെ ബാങ്കുകളുടെ പലിശ നിരക്കിൽ ചെറിയൊരു റേറ്റ് കട്ട് അവർ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ അവർക്ക് പ്ലാൻ ചെയ്തതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ മാർക്കറ്റ് ഇപ്പം ഇൻഫ്ലേഷൻ വന്നത്. ഒന്ന്. രണ്ടാമത് ഇറാൻ്റെ ഇസ്രായേലിൻ്റെ ഒരു ഇഷ്യൂ, ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ മാർക്കറ്റിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. സ്വർണ്ണത്തിൻ്റെ വിലയൊക്കെ നിങ്ങൾ നോക്കിയാൽ അറിയാം. $US സ്വർണ്ണമൊക്കെ നല്ല $2,400 മുകളിൽ പോയി. സിൽവർ നല്ല വൃത്തി കയറിപ്പോയി. ഓയിലിൽ ഭയങ്കര ഒരു മൂവ്മെൻറ്റ് വരുന്നു. ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ വളരെയധികം നമ്മുടെ മാർക്കറ്റിൽ കഴിഞ്ഞ ആഴ്ച ഇന്നലെയും ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ വന്ന നമ്മുടെ നിഫ്റ്റിയുടെ ഇൻഫ്ലേഷൻ നിരക്ക് പ്രകാരം നമ്മുടെ ഇൻഫ്ലേഷൻ നിരക്ക് കുറച്ചും കൂടെ അഡ്വാൻസ് നല്ല രീതിയിൽ വന്നൊക്കെയാണ്. നമ്മളെ സംബന്ധിച്ച് ഇന്നലെ വന്ന ഇൻഫ്ലേഷൻ നിരക്ക് പ്രകാരം നമ്മുടെ ഇൻഫ്ലേഷൻ മാർച്ചിൽ വന്നിരിക്കുന്നത് 4.85 ആണ്. പ്രീവിയസ് വന്നത് 5.09 എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് 4.9 നമ്മുടെ ഇന്ത്യൻ ഇൻഫ്ലേഷൻ RBI പിടിച്ചു കിട്ടുന്ന രീതിയിൽ തന്നെയാണ് മാർക്കറ്റിൽ പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷേ അമേരിക്കയുടെ റിസർവ് ബാങ്കിൻ്റെ ഒരു വിനിമയത്തിൻ്റെ ഒരു റിപ്പോർട്ട് വന്നത് പ്രകാരവും അമേരിക്കയിലെ ഇൻഫ്ലേഷൻ കൂടിയതും ഈ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ഉള്ളിടത്തോളം കാലം RBI ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കില്ല. പ്രത്യേകിച്ച് ഈ വരാൻ പോകുന്ന ജൂൺ 6 ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ അടുത്ത വരാൻ പോകുന്ന ഇപ്പോൾ ഏപ്രിൽ വന്നു, ഏപ്രിൽ മെയ് അടുത്ത ജൂണിൽ വരാൻ പോകുന്ന RBIയുടെ എന്തെങ്കിലും ക്വാർട്ടർലി അല്ലെങ്കിൽ വിനിമയ നിരക്കിൽ അല്ലെങ്കിൽ അടുത്ത വരാൻ പോകുന്ന RBI നിരക്ക് എന്നാണോ RBIയുടെ പണ അവലോകന മീറ്റിങ്ങിൽ അവർ കുറയ്ക്കുന്നതിനെക്കുറിച്ച് അന്നേ ചിന്തിക്കുകയുള്ളൂ. സ്വാഭാവികമായിട്ടും RBI ഒരു ന്യൂട്രൽ സ്റ്റാൻഡാണ് ഇപ്പോൾ വച്ചിരിക്കുന്നത്. നമ്മുടെ ഇൻഫ്ലേഷൻ അവർ വിചാരിക്കുന്ന രീതിയിൽ പിടിച്ചു കെട്ടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഹീറ്റ്, അതായത് ചൂട് വളരെ കൂടിയത് കാരണം ചിലപ്പോൾ അവർക്ക് എന്ത് പ്രതീക്ഷയുണ്ട്? വരൾച്ച അല്ലെങ്കിൽ നമ്മളെ ഡ്രൗട്ടോ അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന ജൂൺ മാസത്തിൽ മഴയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടെന്നൊക്കെ നോക്കി എല്ലാ കാര്യങ്ങളും വിശദമായി പഠിച്ചതിന് ശേഷമായി നമ്മുടെ RBI നിരക്ക് കുറയ്ക്കുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ മനസ്സിലൊരു ചിന്ത വരും, നമ്മുടെ മാർക്കറ്റിൽ എങ്ങനെ പോകുന്നു, ആ രീതിക്ക് എങ്ങനെ പോവാം. ഈ ഒരു 3 കാര്യങ്ങളും നമ്മുടെ മാർക്കറ്റിനെ വോളറ്റിലിറ്റിയെ കൂട്ടുന്നതിന് ഒരു കാരണമായിട്ടുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ച മാർക്കറ്റ് അവധിയായത് കാരണം ആ ദിവസം വന്ന ഗിഫ്റ്റ് നിഫ്റ്റിയിലെയും വേൾഡ് മാർക്കറ്റിലുണ്ടായ അമേരിക്കയിലുണ്ടായ ഇൻഫ്ലേഷൻ്റെ ന്യൂസിൻ്റെ ബലത്തിലുണ്ടായ ഡൗൺവേർഡ് മൂവും നമ്മുടെ മാർക്കറ്റിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റാതെയും ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ഏകദേശം ഒരു ഫ്ലാറ്റിൽ, അതായത് 22,753 ആ റേഞ്ചിലൊക്കെയായിരുന്നു നിഫ്റ്റി ഓപ്പൺ ആയതിൽ ആ ലെവലിലായിരുന്നു നിഫ്റ്റി നിന്നത്. അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെയും ബുധനാഴ്ചത്തെയും ലോയുടെ ഭാഗത്ത് ആ ഭാഗങ്ങളിലായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ മാർക്കറ്റ് ഏകദേശം എങ്ങനെ പോയെന്ന് പറഞ്ഞാൽ, നമ്മൾ ഏകദേശം ഈ ഒരു 22,733 ലെവലിലൊക്കെ ഓപ്പൺ ചെയ്ത് ഇന്നലത്തെ നമ്മുടെ VWAP-ആയ 750 സപ്പോർട്ട്, ആ 750 റേഞ്ചിൻ്റെ ഭാഗത്ത് പോയി അവിടെ നിന്ന് ഇമ്മീഡിയറ്റായിട്ട് അടിച്ചിറങ്ങി 22,620 അതിന് താഴെ 22,590 വന്ന ലെവലിലേക്കും വരുന്നു. നമ്മൾ 2 ദിവസം 3 ദിവസം മുമ്പുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടായിരുന്നു നിഫ്റ്റിയിൽ ഒരു ഫെയിൽഡ് ഓപ്ഷൻ സംഭവിച്ചായിരുന്നു. ഫെയിൽഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുന്ന ഒരു മാർക്കറ്റ് പ്രൊഫൈൽ ഒരു കോണ്ടെക്സ്റ്റാണ് ഫെയിൽഡ് ഓപ്ഷൻ. ആ ഫെയിൽഡ് ഓപ്ഷൻ പ്രകാരം നിഫ്റ്റി 22,845 വന്ന ഫെയിൽഡ് ഓപ്ഷൻ മാർക്കറ്റിൽ വരികയും അതിൻ്റെ ടാർഗറ്റായ 621 22,621 ഇന്നലെ തരികയും ചെയ്തു. ആ ഫെയിൽഡ് ഓപ്ഷൻ പ്രകാരം മാർക്കറ്റിൽ ഒരു ട്രെൻഡ് ചേഞ്ച് ഉണ്ടായിരിക്കുകയാണ് നിഫ്റ്റിയിൽ. ആ ട്രെൻഡ് ചേഞ്ച് പ്രകാരം നിഫ്റ്റി ഇനി അടുത്ത ബൈയിങ് ലെവൽ നോക്കേണ്ടത് 22,845 മുകളിൽ മാത്രമേ നിഫ്റ്റിയെ സംബന്ധിച്ചൊരു ബൈയിങ് ലെവൽ കാണുന്നുള്ളൂ. ഈ ഫെയിൽഡ് ഓപ്ഷൻ വന്നത് കാരണം ഇന്നലെ മാർക്കറ്റിൽ കുറച്ച് വീക്കാവുകയും മാർക്കറ്റ് പിന്നെ ജി പീരീഡ്, അതായത് 12.15 ഒരു ഹ്യൂജ് സെൽ ഓഫ്, നിങ്ങൾ ഈ കാണുന്ന വലിയൊരു ക്യാൻഡിൽ ജി പീരീഡിൽ വന്ന സെല്ലാണ്. ജി എന്ന് പറഞ്ഞാൽ 12.15 തൊട്ട് 12.45 വരെയുള്ള സമയത്തുള്ള സെല്ലായിരുന്നു. ഈ സെല്ലവ ഇറങ്ങി നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ നിഫ്റ്റിയുടെ ബാലൻസ് ഏരിയയുടെ ഏകദേശം ആ ഭാഗത്ത് തന്നെയാണ് അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്.
സോ നമ്മളെ സംബന്ധിച്ച് നിഫ്റ്റിയിലെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് പാരാമീറ്റേഴ്സ് സപ്പോർട്ട് ലെവലിൽ ആക്ട് ചെയ്യുന്നു. ആ ലെവൽ ആക്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നതൊക്കെ നമുക്ക് നോക്കാം. സോ അതിനു മുമ്പേ നമുക്ക് പോവേണ്ടത് ഇന്നലത്തെ US മാർക്കറ്റ് ഏകദേശം 506 പോയിൻറ്റ് ഡൗ ജോൺസ് അടിക്കുകയും 1.5% S&P ഇറങ്ങുകയും ചെയ്തു. അപ്പം നമ്മുടെ നിഫ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ സിംഗപ്പൂർ നിഫ്റ്റി മാർക്കറ്റ് ഏകദേശം ക്ലോസ് ചെയ്തിരിക്കുന്നത് 22,418 വരികയും 22,435 താഴെയാണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ക്ലോസിങ് വെച്ച് നോക്കുകയാണെങ്കിൽ അവൻ നമ്മുടെ മാർക്കറ്റിനെ കാട്ടി ഏകദേശം ഒരു 150ഓളം പോയിൻറ്റ് മൈനസിലാണ് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. നമ്മുടെ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കാലത്തെ ഇവൻ്റെ പ്രൈസ് എത്രയാണോ നോക്കി അതിനനുസരിച്ച് മാത്രമേ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുള്ളൂ. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ഈ മാർക്കറ്റ് നോക്കുമ്പോൾ പറയാം എന്താണ്, നമുക്കൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വരാനുള്ള ചാൻസ് കാണുന്നുണ്ടെന്ന് നമുക്ക് പറയാം. അപ്പം നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റിയുടെ ഡെയിലി പ്രൊഫൈലും നമ്മൾ ഈ വീഡിയോയിൽ അനലൈസ് ചെയ്യാൻ പോകുന്നത് നിഫ്റ്റിയിലെ ഡെയിലി പ്രൊഫൈലും വീക്കിലി പ്രൊഫൈലും ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി പ്രൊഫൈലും വീക്കിലി പ്രൊഫൈലും മാത്രമേ നമ്മൾ അനലൈസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നമ്മളെ ഡെയിലി ആൻഡ് വീക്കിലി ക്ലബ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക, ഈ ലെവൽസ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. ഒരു ട്രേഡർ, നിങ്ങളൊരു ഇൻട്രാഡേ F&O ട്രേഡർ ആണെങ്കിൽ ഈ ലെവൽസ് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നതാണ്. സോ നമുക്ക് നിഫ്റ്റിയുടെ ഇപ്പം നമ്മളാ പറഞ്ഞ പ്രകാരമുള്ള ലെവൽസൊക്കെ നമുക്കൊന്ന് ഡിലീറ്റ് വയ്ക്കാം. എന്നാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പ്രകാരമുള്ള നമുക്ക് ലെവൽസൊക്കെ ഇന്നലെ അച്ചീവ് ചെയ്തിരുന്നു. നമുക്കിപ്പോൾ ഇതെല്ലാം ഡിലീറ്റ് ചെയ്യണം. കാരണം ഫ്രഷായിട്ട് നമുക്ക് വരയ്ക്കേണ്ടതല്ലേ. നിങ്ങൾക്ക് ഇത്രയും ലെവൽസ് കിട്ടാൻ നിങ്ങൾ തോന്നും ഇത്രയോ ലെവൽസ് ഉണ്ട്, അത് നമുക്ക് ആവശ്യമില്ലല്ലോ ഒക്കെ തോന്നും. അപ്പോൾ നമുക്ക് എല്ലാ ലെവൽസൊന്നും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഫ്രഷായിട്ട് ലെവൽസ് നമുക്ക് മാർക്ക് ചെയ്യുക. അപ്പം നമ്മുടെ മാർക്കറ്റിൽ വന്ന 3 ന്യൂസുകൾ മാർക്കറ്റിനെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗോൾഡിൻ്റെ ഹെഡ്ജ്, അതായത് ഇങ്ങനെ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസൊക്കെ വരുമ്പം ഗോൾഡ് സിൽവറൊക്കെ വളരെയധികം കയറിപ്പോവുകയുണ്ടായി. പക്ഷേ ഗോൾഡ് ഇന്നലെ കയറിപ്പോയ ഗോൾഡിൽ ഹെവി സെൽ ഓഫ് നടന്നിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് നമ്മുടെ മാർക്കറ്റിൽ നാളെ തിങ്കളാഴ്ച നല്ല വോളറ്റിലിറ്റി പ്രതീക്ഷിക്കാവുന്നതാണ്. മാർക്കറ്റ് ഇതുവരെ ഒരു നല്ലൊരു വോളറ്റിലിറ്റി വന്നിട്ടില്ല. ഒരു ന്യൂട്രൽ എക്സ്ട്രീം ഡേക്ക് ശേഷം ഇന്നലെ വന്ന നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ആയിരുന്നു. അപ്പോൾ നമുക്കൊന്ന് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിലേക്ക് നമുക്ക് പോകാം. അത് നിങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുമെന്ന് നമുക്ക് നോക്കാം. സോ നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് പ്രകാരം നിഫ്റ്റി ഇന്നലെ നോർമൽ വേരിയേഷൻ ഡൗൺ ആണ്. അതായത് നോർമൽ വേരിയേഷൻ ഡൗണും അത് ഫസ്റ്റ്, അതായത് ഹാഫ് IB 1 IB ഈ വരുന്ന 1 IB ടാർഗറ്റ് നിഫ്റ്റി തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ശ്രദ്ധിച്ചല്ലോ. അപ്പോൾ നമ്മൾ ഏകദേശം നിഫ്റ്റി ഓപ്പൺ ചെയ്ത് 22,730 ഓപ്പൺ ചെയ്യുകയും 763-69 ലെവലിൽ പോയി തിരിച്ച് നിങ്ങൾ നോക്കി G പീരീഡിൽ ഒറ്റയടിക്ക് മാർക്കറ്റ് ഇറങ്ങി നമ്മൾ FA ടാർഗറ്റ് തരികയും ഫെയിൽഡ് ഓപ്ഷൻ ടാർഗറ്റ് തരികയും അവൻ ഏകദേശം കഴിഞ്ഞ ആഴ്ചയ്ക്ക് മുമ്പത്തെ ആഴ്ചയുള്ള ബാലൻസ് ഏരിയയുടെ വാല്യൂ ഏരിയ ഹൈയുടെ ഭാഗത്താണ് അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് വാല്യൂ ഏരിയ ഹൈ എന്ന് പറഞ്ഞാൽ 616, നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 696 റേഞ്ചിലാണ് അവസാനം ടെക്ക് തന്നിരിക്കുന്നത്. സോ നമ്മളെ സംബന്ധിച്ച് ഗോയിങ് ഫോർവേഡ് ഈ 616 എന്ന് പറഞ്ഞത് വളരെയധികം ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. നമ്മളിപ്പം ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നാളെ വരികയാണെങ്കിൽ ആദ്യത്തെ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഈ 556 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയതിൻ്റെ മുമ്പത്തെ ആഴ്ചത്തെ വീക്ക്ലി POC വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയി വരികയും അതിന് താഴെ, കാരണം അത് ബാലൻസ് ഏരിയ ആയതുകൊണ്ട് അതിൻ്റെ വാല്യൂ ഏരിയയ്ക്കും വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. POCയെ പോലെ തന്നെ 22,533 എന്ന് പറഞ്ഞാൽ ഈ ബാലൻസ് ഏരിയയുടെ വാല്യൂ ഏരിയ ലോയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഗ്യാപ് ഡൗൺ ആണ് മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റും ഈ വാല്യൂ ഏരിയയ്ക്ക് ലോയ്ക്ക് താഴെയായിരിക്കും ഓപ്പൺ ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ 22,533 താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് 22,470 എന്ന് പറഞ്ഞ ഒരു സ്ട്രോങ് ആയിട്ടൊരു സപ്പോർട്ട് സോൺ ഉണ്ട്. 22,473 താഴെ വരികയാണെങ്കിൽ അവനെ സംബന്ധിച്ച് ഈ വന്ന 22,420 എന്ന് പറഞ്ഞ ലോ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 417 എന്ന് പറഞ്ഞ ഭാഗം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 417 താഴെ പോവുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ POC, അതായത് 28 മാർച്ചിലെ എക്സ്പയറി ഡേയുടെ POC ആയ 22,369 ടച്ച് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ബാലൻസ് ഏരിയയുടെ POCക്ക് താഴെ നിൽക്കുന്നിടത്തോളം കാലം അവൻ ഈ ഡിമാൻഡ് സോണായ 22,369 ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇല്ലെങ്കിൽ നമുക്ക് അതിനേക്കാളുള്ള ഓപ്പോസിറ്റുള്ള മൂവ്മെൻറ്റ് നമുക്ക് ഓർഡർ ഫ്ലോയ്ക്കകത്ത് ഈ വരുന്ന ദിവസങ്ങൾ കാണേണ്ടി വരും.
ഇനി 22,369 താഴെ പോകുകയാണെങ്കിൽ മാത്രമേ നിഫ്റ്റിയെ സംബന്ധിച്ച് അടുത്തൊരു ഡൗൺവേർഡ് ട്രെൻഡിനെ കുറിച്ച് ചിന്തിക്കാൻ പാടുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ലെവലൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കണം. ഈ അപ്പർ ലെവലിൽ പോകുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നലത്തെ പി ഒ സി ആയ 22,710 മുകളിലും അതിന് മുകളിൽ പോകുകയാണെങ്കിൽ 22,780 785 അതിന് മുകളിൽ പോകുകയാണെങ്കിൽ 22,845 എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലുമാണ് റെസിസ്റ്റൻസ് ആയിട്ട് ബാധിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നോക്കേണ്ടത് ഈ ലെവൽ എങ്ങനെ മാർക്ക് ചെയ്യണം എന്ന് നോക്കാം. സോ നമ്മളെ സംബന്ധിച്ച് 22,616 22,533 ഇമ്പോർട്ടൻറ്റ് സോണാണ്. അതിന് താഴെ നിൽക്കുന്നിടത്തോളം കാലം നിഫ്റ്റിയെ സംബന്ധിച്ച് 22,368 പ്രയാണം കാണുന്നതാണ്. നമുക്ക് ആ ലെവൽ നിങ്ങൾക്കൊന്ന് നമ്മളെ ചാർട്ടിലൊന്ന് നമുക്ക് വരച്ചു വയ്ക്കാം. നമുക്ക് വരച്ചു വയ്ക്കണമെന്ന് ഉദ്ദേശം നമുക്കത് അറിയണമല്ലോ, എങ്ങനെ പോകണമെന്ന് നമുക്ക് അറിയണമല്ലോ. സോ നമുക്ക് ആ ചാർട്ടൊന്ന് വരച്ചു വയ്ക്കാം. നമ്മൾ പറഞ്ഞല്ലോ ഇന്നലത്തെ പി ഒ സി ആയ 22,710 എന്ന് പറഞ്ഞ ലെവലാണ് ഇന്നലത്തെ പി ഒ സി. അപ്പോൾ ആ 710 നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. 710 നമുക്ക് ഈ മൗസ് പോകുന്ന കുറച്ച് പാടാണ്, നമുക്കത് ഞാനത് 710 എന്ന് പറഞ്ഞ പി ഒ സി ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത നോക്കേണ്ടത് നമുക്ക് പറഞ്ഞല്ലോ 22,616 നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ വാല്യൂ ഏരിയ ലോ ആ വാല്യൂ ഏരിയ ഹൈ അത് മാർക്ക് ചെയ്ത് വെച്ചു. അത് നമുക്ക് സപ്പോർട്ട് സോണാണ്. സോ അതിന് താഴെ അടുത്ത വരുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ച് 22,556 എന്ന് പറഞ്ഞ ഈ പി ഒ സി. അപ്പോൾ ആ പി ഒ സി ആയതുകൊണ്ട് നമുക്ക് അതിനെ ഒന്ന് പി ഒ സിയുടെ കളർ തന്നെ കൊടുത്തേക്കാം. ഇതിന് താഴെ അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ 533 എന്ന് പറഞ്ഞ വാല്യൂ ഏരിയ ലോ. അതിന് താഴെ നിൽക്കുന്നെങ്കിൽ മാത്രമേ നമ്മളെ സംബന്ധിച്ച് ഒരു സെൽ ഓഫിനൊരു ചാൻസ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ലെവലും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. 533 എന്ന് പറഞ്ഞ ആ ലെവലും കൂടെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. സോ ഇതൊരു സപ്പോർട്ട് സോണാണ്. ഇതിന് താഴെ വരികയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് 22,470 ഞാൻ പറഞ്ഞല്ലോ ഈ ലെവൽ സപ്പോർട്ടാണ്. 474 470 ആ റേഞ്ച്. അതിന് താഴെ അടുത്ത വരുന്നത് 420 അതിന് താഴെ 368 എന്ന് പറഞ്ഞാൽ ഈ പി ഒ സി സോണുമാണ് നമുക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ പി ഒ സി സോണാണ് നമുക്ക് എന്ത് ചെയ്യാൻ മജന്ത കളർ വെച്ച് ഈ ഒരു പി ഒ സി കളർ വെച്ച് മാർക്ക് ചെയ്യാം. ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ നാളെ 616 മുകളിൽ നിൽക്കുന്നത്തോളം കാലം ഇവരെന്ത് ടെസ്റ്റ് ചെയ്യും, ഈ 710 ടെസ്റ്റ് ചെയ്യാനും. അതിന് മുകളിലോട്ടാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് 785 എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ പി ഒ സി, അത് മെനിങ്ങാത്ത ബുധനാഴ്ചത്തെ പി ഒ സി ലെവലിലേക്കും. അതിന് മുകളിലാണെങ്കിൽ ഈ 845 എന്ന് പറഞ്ഞാൽ ഈ പി ഒ സികളെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ആ കളറിലേ മാർക്ക് ചെയ്യുള്ളൂ. 845 എന്ന് പറഞ്ഞാൽ ഈ എഫ് എ വന്ന ലെവലിലേക്ക് പോകാം. ഇനി നമുക്കൊരു ബൈയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ 22,845 മുകളിൽ മാത്രമേ ഒരു ബൈ ചിന്തിക്കാവുള്ളൂ. അല്ലെങ്കിൽ ഈ 22,368 എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് മാർക്കറ്റ് എങ്ങനെ പെർഫോം ചെയ്യുന്നു നോക്കിക്കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നിശ്ചയിക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നിഫ്റ്റിയുടെ നമുക്ക് വീക്കിലി അനാലിസിലേക്ക് നമുക്കൊന്ന് പോകാം. നമ്മുടെ വീക്കിലി അനാലിസിസ് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല വീക്കിലി എങ്ങനെ പെർഫോം ചെയ്യണം നമുക്ക് നോക്കണമല്ലോ. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മൾ വീക്കിലി പ്ലേ നമുക്ക് ആവശ്യമാണ്. സോ ഞാൻ ഇതിനെ ഞാൻ വീക്കിലിയിലേക്ക് ഞാൻ മാറ്റുകയാണ്. ഈ വീക്കിലിയിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് വീക്കിലി പ്രൊഫൈൽ അനാലിസിലേക്ക് നമുക്കത് കുറച്ചും കൂടെ എളുപ്പമായി സഹായിക്കും. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുക കേട്ടോ, നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. സോ നമ്മളെ സംബന്ധിച്ച് നിഫ്റ്റിയുടെ വീക്കിലി എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയുടെ വീക്കിലി ഓപ്പൺ ചെയ്ത പ്രകാരം നിഫ്റ്റി സംഭവിച്ചിരിക്കുന്നത് നല്ലൊരു സെൽ ഓഫ് ലാസ്റ്റ് സംഭവിക്കുകയും, നിഫ്റ്റിയെ സംബന്ധിച്ച് വീക്കിലി എന്ന് പറയുമ്പോൾ വീക്കിലി നോക്കുമ്പം നല്ലൊരു സെൽ ഓഫ് പ്രത്യേകിച്ച് ഈ പറഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടായി. ഇപ്പോൾ നിഫ്റ്റിയുടെ വീക്കിലി എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ എത്രയാണ്, നിഫ്റ്റിയുടെ 8 നമ്മൾ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു. നിഫ്റ്റിയുടെ ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ വീക്കാണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി വീക്കിലി പ്രകാരം ഇറ്റ്സ് എ ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആണ്. സ്വാഭാവികമായിട്ടും ഇതൊരു ട്രെൻഡ് ചേഞ്ചിനും, അതായത് ഈ നോർമലി വരുന്ന ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ വേഡൊക്കെ നമ്മൾ നോക്കുമ്പോൾ അത് താഴോട്ട് വരാനുള്ള ചാൻസും ഓപ്പോസിറ്റ് മൂവ്മെൻറ്റ് തരാനുള്ള ചാൻസ് കൂടുതൽ. പക്ഷേ നമുക്കിപ്പം നമ്മുടെ വേൾഡ് മാർക്കറ്റ് ഡൗൺ ആയതുകൊണ്ട് അത് പ്രതീക്ഷിക്കുക ആ ഡൗൺവേർഡ് മൂവ് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. സോ നിഫ്റ്റി ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആയതുകൊണ്ട് നിഫ്റ്റിയിൽ ഇന്ന് ഈ വീക്കിലെ പി ഒ സി ഫോം ചെയ്തിരിക്കുന്നത് 22,751 ലെവലിലാണ്. അപ്പോൾ അവൻ ആ ലെവൽ താഴെ നിൽക്കുന്നിടത്തോളം കാലം അവനെ സംബന്ധിച്ച് ഈ പറഞ്ഞ പി ഒ സി കഴിഞ്ഞ ആഴ്ച അതിന് മുമ്പത്തെ ആഴ്ചത്തെ, അതായത് 31 മാർച്ചിന് തുടങ്ങിയ ഏപ്രിലിലെ ഫസ്റ്റ് വീക്കിലെ പി ഒ സി ആയ 22,563 ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നാളെ നമുക്ക് മാർക്കറ്റ് അതിന് താഴെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് അവൻ ഇവൻച്വലി ഏത് പി ഒ സിയിലേക്ക് കണ്ടുപോകണം, ട്രെൻഡിങ് ഡേയുടെ പി ഒ സി ആയ 22,116 ആയിരിക്കും അവനെ സംബന്ധിച്ച്, 114 ആയിരിക്കും അവനെ സംബന്ധിച്ച് ഒരു വീക്കിലിയുടെ ഒരു പി ഒ സി ടു പി ഒ സി ട്രേഡ് സെറ്റപ്പ്. പക്ഷേ ഇൻവിറ്റീവിന് ഇടയ്ക്ക് കുറേ സിംഗിൾ പ്രിൻറ്റുകളും കുറേ HVN സോൺസും LVL സോൺസും ഉള്ളതുകൊണ്ട്
അതൊക്കെ ഒരു സപ്പോർട്ടായിട്ട് ആക്റ്റീവ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ 22,533 ഈ 22,526 താഴെ നിൽക്കുന്നിടത്തോളം കാലം ഈ HVN സോണായ 410 ഒരു സപ്പോർട്ടാണ്. അതിന് താഴെ ഈ 380 ഒരു സപ്പോർട്ടാണ്, ഇത് വീക്കിലിയിലാണ്. അതിന് താഴെ ഈ 327 ഒരു സപ്പോർട്ടാണ്. അതിന് താഴെ വരുമ്പോൾ ഈ സിംഗിൾ പ്രിൻ്റായ മാർച്ചിലെ ലാസ്റ്റ് വീക്കിലെ സിംഗിൾ പ്രിൻ്റായ ഈ 22,248 ഒരു സപ്പോർട്ടാണ്. അതിന് താഴോട്ട് വരുമ്പം ഈ 22,215 ഒരു സപ്പോർട്ടാണ്. ഇതൊക്കെ സിംഗിൾസാണ്, അപ്പോൾ സപ്പോർട്ടാണ്. അതിന് താഴെ ഈ ഒരു HVN സോണായ 188 സപ്പോർട്ടാണ്. അതിന് താഴോട്ട് വരുന്ന സമയത്ത് ഈ POC ആയ 22,113 ഒരു സപ്പോർട്ടാണ്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഈ ഒരു പ്രൊഫൈലിന് താഴെ പോവുകയാണെങ്കിൽ, കഴിഞ്ഞ ആഴ്ചയുടെ പ്രൊഫൈലിന് 410 എന്ന് പറഞ്ഞാൽ ഈ പ്രൊഫൈലിന് താഴോട്ട് അവൻ പോകുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചൊരു ഇമ്മീഡിയറ്റ് സെൽ ഓഫ് ചാൻസ് ഉണ്ട്. ഈ സെൽ ഓഫ് ഇവഞ്ച്വലി ഏത് ടാർഗറ്റാക്കി എയിം ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞ 22,116 എന്ന് പറഞ്ഞാൽ അതിന് മുമ്പത്തെ ആഴ്ചത്തെ POCയിലേക്കുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇന്നത്തെ POC ആയ 22,751 ഇവഞ്ച്വലി പറയുകയാണെങ്കിൽ ഈ 845 ഈ ഫെയിൽഡ് ഓപ്ഷൻ വന്നാൽ ഈ ലെവലിൽ മുകളിൽ മാത്രമേ നിഫ്റ്റിയെക്കുറിച്ചൊരു ഡൗൺവേർഡ് മൂവ് പറയാനുള്ളൂ. ഇനി VWAP വെച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റിയുടെ VWAP ക്ലോസ് ആയിരിക്കണം 22,672 താഴെയാണ്. സോ 1SD ബാൻഡിൻ്റെ മൂവ്മെൻറ്റ് പ്രകാരം അടുത്ത സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 22,384 ഈ 675 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം അവനെ സംബന്ധിച്ച് ഈ 1SD ബാൻഡിൻ്റെ ഹൈ ആയ 960 ആണ്. ഒരു വീക്കിലിയിലൊരു ഹയസ്റ്റ് വോളിയം വരികയാണെങ്കിൽ, ഒരു വലിയ വൈൽഡ് റേഞ്ച് വരികയാണെങ്കിൽ നമുക്ക് പറയാം 22,960, 22,672, 22,380 ഇങ്ങനെ ഈ പറഞ്ഞ റേഞ്ചിനകത്ത് വലിയ വോൾട്ടേജ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് പിന്നെ നമ്മളെ ഇലക്ഷൻ്റെ ഫസ്റ്റ് വോട്ടെടുപ്പും എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് വീക്ക് ആയതുകൊണ്ട് മാർക്കറ്റിൽ കുറച്ചും കൂടെ ഒരു വോളിയത്തിൻ്റെ ഒരു ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ ഈ പറഞ്ഞ ഡെയിലി വച്ച വ്യൂ വെച്ച് നിങ്ങളത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലെവൽ നിങ്ങളത് ഓർത്ത് വയ്ക്കുക. ഈ വീക്കിലെ അനാലിസിസ് നിങ്ങൾക്കൊരു പ്രൊജക്റ്റൈലായിട്ട് ഒരു ഹോളായിട്ടൊരു സ്ട്രെങ്ത് സപ്പോർട്ട് നിങ്ങൾക്ക് തരാൻ ചാൻസ് ഉണ്ട്. സോ നമ്മളെ സംബന്ധിച്ച് ഈ കഴിഞ്ഞതിൻ്റെ ആഴ്ച, ഇപ്പം പോയ ആഴ്ചയ്ക്ക് മുമ്പത്തെ ആഴ്ചത്തെ ഈ ഫസ്റ്റ് വീക്ക് ഓഫ് ഏപ്രിലിലെ ഈ 22,566 എന്ന് പറഞ്ഞ POC വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് മുകളിൽ നിന്നാൽ മാത്രമേ നമുക്കൊരു റിവേഴ്സൽ ട്രെൻഡിൽ ചാൻസ് ഉള്ളൂ. അതില്ലെങ്കിൽ നമുക്ക് ഇവഞ്ച്വലി വി വിൽ സ്ലോലി എങ്ങോട്ട് പോകാനുള്ള ചാൻസാണ് കൂടുതൽ, 22,113 പോകാനുള്ള ചാൻസാണ് കൂടുതൽ. സോ ഇനി നമുക്കിനി അടുത്ത് എന്ത് ചെയ്യാം, നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഇപ്പം നിഫ്റ്റി നമ്മൾ നോക്കിയല്ലോ, നമുക്കിനി ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂയിലേക്ക് നോക്കാം. സ്വാഭാവികമായിട്ടും ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ പ്രകാരം അവൻ വലിയ ഒരു മെച്ചമുള്ള മൂവ്മെൻ്റ് ഒന്നും കഴിയുന്നില്ല. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഓർത്തും അറിയാം, കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു സ്പൈക്ക് ക്ലോസ് ആയിരുന്നു, നോർമൽ വേരിയേഷൻ അപ്പ് ഡേ വിത്ത് സ്പൈക്ക്. ഈ സ്പൈക്ക് എന്ന് പറഞ്ഞാൽ 28,725 തൊട്ട് 28,490 എന്ന് പറഞ്ഞാൽ 230-40 പോയിൻറ്റിൻ്റെ ആ സ്പൈക്ക് സോണായിരുന്നു. ബാങ്ക് നിഫ്റ്റി കൃത്യം പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, 1, 2, 3, 4 ഈ 4 ദിവസവും ബാങ്ക് നിഫ്റ്റി എന്താണ് ചെയ്തത്, ഈ സ്പൈക്കിൻ്റെ ഹൈയുടെ മുകളിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുകയും ഏകദേശം 48,700 ആ സ്പൈക്കിൻ്റെ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത ഭാഗത്ത് തന്നെയാണ് അവ ഏകദേശവും ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഇതൊരു സ്പൈക്കിൻ്റെ ഒരു അക്സെപ്റ്റൻസാണ് ബാങ്ക് നിഫ്റ്റി തന്നിട്ടുള്ളത്. പക്ഷേ ആ സ്പൈക്കിൽ വന്ന പ്ലേയേഴ്സിന് ഇതുവരേക്കും നല്ലൊരു പ്രോഫിറ്റബിലിറ്റി കിട്ടാനുള്ള ചാൻസ് ഇല്ലായിരുന്നു. അവനെ സംബന്ധിച്ച് ആ ഒരു ട്രെൻഡ് ഭയങ്കര മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം നാളെ നമ്മൾ ബാങ്ക് നിഫ്റ്റി ട്രേഡർ ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നലത്തെ POC ആയ 48,743 ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം അവൻ ഏത് ടെസ്റ്റ് ചെയ്യും, അത് കഴിഞ്ഞ ബുധനാഴ്ചത്തെ POC ആയ 48,975 ബാങ്ക് നിഫ്റ്റി അതിന് മുകളിൽ നിൽക്കാൻ സസ്റ്റെയിൻ ചെയ്ത് ക്ലോസ് ചെയ്താൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിയിൽ ട്രെൻഡ് ഒരു മൂവ്മെൻറ്റ് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് വരാനുള്ള ചാൻസും കൂടുതലുള്ളൂ. ഇനി താഴോട്ടാണെങ്കിൽ അവൻ ഈ 48,725 താഴെ നിൽക്കുന്നിടത്തോളം കാലം അവൻ ഈ വരുന്ന സ്പൈക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ചയ്ക്ക് മുമ്പത്തെ വെള്ളിയാഴ്ച വന്ന സ്പൈക്കിൻ്റെ പ്ലേയേഴ്സിന് ഒരു ഷെയ്ക്ക് ഔട്ട് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ആ ഷെയ്ക്ക് ഔട്ട് ഈ 495 വരാനും ഈ 495 താഴെ നിൽക്കുന്നിടത്തോളം കാലം ആ വെള്ളിയാഴ്ചത്തെ POC വിർജിൻ POC ആയ 48,369 ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. 48,369 താഴെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നല്ലൊരു സെൽ ഓഫിന് ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഈ POC ആയ 47,894 എന്ന് പറഞ്ഞ ലെവലിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 48,725 സോണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ 725 മുകളിൽ നിൽക്കാൻ മാത്രമേ ഈ ഇവിടെ വന്ന സ്പൈക്ക് പ്ലെയേഴ്സിനൊരു പോസിറ്റീവ്സ് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഇവഞ്ച്വലി ആ 495 അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ 48,368 ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. 48,368 ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇമ്പോർട്ടൻറ്റ് POC സോണാണ്. അതിന് താഴെ നല്ലൊരു സെൽ ഓഫ് വരാനുള്ള ചാൻസും കൂടുതലാണ്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ വീക്കിലെ അനാലിസിസിലേക്ക് നമുക്ക് പോവാം.
ആ വീക്കിലി അനാലിസിസ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു എന്തുവാണ് ഒരു ലാർജർ വ്യൂ തരും. ഇതിപ്പോൾ നമുക്ക് ഡെയിലി വ്യൂ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഡെയിലിയുള്ള കാര്യങ്ങൾ നോക്കാനും ഈ വീക്കിലി എപ്പോഴും നമ്മളെ ഒരു വീക്കിലി പ്രൊഫൈൽ തരും. കാരണം നിങ്ങൾക്കറിയാമല്ലോ കഴിഞ്ഞ ആഴ്ച ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിരുന്നു ബാങ്ക് നിഫ്റ്റി, പക്ഷേ വിത്ത് സ്പൈക്ക് ക്ലോസ്. ഞാൻ പറഞ്ഞു ന്യൂട്രൽ എക്സ്ട്രീം ഡേയ്സ് ഒക്കെ ആണെങ്കിൽ പിറ്റേ ആഴ്ചയിൽ മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. കൃത്യമായി പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റി കുറച്ച് കയറിപ്പോയെങ്കിൽ പോലെ അവസാനത്തെ വീക്കെൻഡ് ആയപ്പോഴേക്കും തിരിച്ച് ആ സ്പൈക്കിൻ്റെ ഏരിയ തന്നെ അവൻ ഒന്ന് ക്ലോസ് ചെയ്തു. സോ ബാങ്ക് നിഫ്റ്റിയുടെ വീക്കിലി പ്യുവർലി ഇറ്റ്സ് എ ബെൽ ഷേപ്ഡ് പ്രൊഫൈലാണ്, നല്ലൊരു ബെല്ലാണ്. എന്നാലും കുറച്ച് പ്രൊഫൈൽ ഹയർ ഭാഗത്ത് ഫില്ല് ചെയ്യാൻ കിടപ്പുണ്ടെങ്കിൽ പോലെ അവൻ്റെ POC വന്നേക്കണം 48,775 ഈ 48,775 താഴെ നിൽക്കുന്നിടത്തോളം കാലം ഈ സെല്ലിന് ഈ പ്ലെയറിന് കുറച്ച് വീക്ക്നെസ് തോന്നുകയും അവൻ ഈ സിംഗിൾ സോണായ 48,495 അതിന് താഴെ 48,404 പിന്നെ താഴോട്ട് വരികയാണെങ്കിൽ ഈ 48,161 ഇവഞ്ച്വലി 47,888 എന്ന് പറഞ്ഞാൽ ഈ POCൻ്റെ ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ സ്പൈക്കിൻ്റെ ഹൈ ആയ 48,492 എന്ന് പറഞ്ഞ ലെവല് ഒരു ലക്ഷ്മണ രേഖ പോലെ ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ ഈ സ്പൈക്ക് വന്ന പ്ലെയറിൻ്റെ ലിക്വിഡേഷൻ നടക്കുകയും അവൻ ഇവഞ്ച്വലി ഈ POCയിലേക്കുള്ള ഒരു ട്രെൻഡ് ചരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. സോ നമുക്ക് തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമേ ഇതനുസരിച്ച് പെരുമാറാൻ പറ്റുള്ളൂ. ഈ വീഡിയോ നിങ്ങൾ കാണുക, നിങ്ങൾ മാർക്ക് ചെയ്ത് വയ്ക്കുക. പ്രത്യേകിച്ച് വളരെ വോളറ്റിലിറ്റി വരാൻ പോകുന്ന മാർക്കറ്റ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ സേഫായിട്ട് മൂവ് ചെയ്യണം. ഈ സേഫായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ പറയുന്നത്, നിങ്ങൾ ലോട്ട് സൈസ് കുറച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സേഫ്റ്റി ട്രേഡ് കിട്ടാനും കാരണം നമുക്ക് ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ നമ്മൾ FA പ്രകാരമുള്ള ട്രേഡ് സെറ്റപ്പ് നമ്മൾ ലൈവ് മെൻറ്റർഷിപ്പ് റൂമിൽ എടുത്തായിരുന്നു. അത് നമുക്ക് ആദ്യം നമ്മളൊന്ന് പേടിപ്പിച്ചെങ്കിൽ പോലെ നമുക്ക് ഉച്ചയ്ക്ക് ഒരു 12:45 1 മണി ആയപ്പോൾ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റും വൈകിട്ട് 2:45 ആയപ്പോൾ നമ്മൾ അതിൻ്റെ സെക്കൻഡ് ടാർഗറ്റ് തന്നെ നമുക്ക് നല്ലൊരു ട്രേഡിംഗ് ഇന്നലത്തെ ദിവസം മാർക്കറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ അതിനെ എങ്ങനെ പ്ലേ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ ലോട്ട് സൈസ് കുറച്ചാണ് നമ്മൾ പ്ലേ ചെയ്തത്. സോ അപ്പം നിങ്ങൾ ഈ വോളറ്റിലിറ്റി മാർക്കറ്റിൽ അൺസർട്ടൺ വോളറ്റിലിറ്റി ഉള്ള മാർക്കറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ലോട്ട് സൈസ് കുറച്ച് നിങ്ങളത് പ്ലേ ചെയ്ത് പ്രോഫിറ്റ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് ഈ വീഡിയോസ് അയച്ചു കൊടുത്ത് അവർക്കും കൂടെ പ്രയോജനപ്പെടുത്തട്ടെ. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറുമാണ് ഞങ്ങളുടെ ഒരു പ്രചോദനം വരുന്നത്. സോ നിങ്ങളുടെ ആ ഒരു ഊർജ്ജം ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞങ്ങൾക്ക് ഇനി നല്ലൊരു വീഡിയോ ചെയ്യാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ വിഷ്ണുഗുപ്തൻ.